കൂടി ഞാൻ സോഷ്യൽ മീഡിയയിലും വീഡിയോയിലും എല്ലാം നിർത്തുകയാണ്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എനിക്ക് എന്റെ ഫാമിലി ആയിട്ടൊന്നും പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ വണ്ടി ഏതോ രണ്ടാൾക്കാർ വന്നാണ്ട് ക്യാമറ കൊണ്ട് വന്നിട്ട് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് സംഭവിക്കില്ലേ? ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാരും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചെക്കൻ ആരാണ് അടിച്ചത്? നിന്റെ തന്ത ആരടിച്ചോട്ടെ, ഓന്റെ പണ്ടം ഞങ്ങൾ പുറത്തു കൊടുക്കും. ആരായിക്കോട്ടെ, എന്റെ അമ്മക്ക് എന്തൊരു പെർഫോമൻസ്. ആരായിക്കോട്ടെ, പൊന്നു മക്കളെ നിയമത്തിന്റെ മുന്നിൽ ഞാൻ കൊണ്ടുവരും. ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തിനെ ആദ്യം അറസ്റ്റ് ചെയ്ത് ലോകപ്പിലാണ്. ഏതറ്റം വരെ ഇതിന് ഞാൻ പോവും ചെയ്യും. ഈ ചെക്കന്റെ ലൊക്കേഷൻ കിട്ടിക്കണോ? ഇപ്പൊ ഓന്റെ വീട്ടിലേക്ക് ഞാൻ പോവാണ്. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട് കഥാപാത്രം കൂടെ ഒന്ന് ആയിക്കഴിയുമ്പോ വരുമ്പോ ഒന്നുകൂടെ ആർട്ടിഫിഷ്യൽ. ഇനി നേരെ പോവാ CCTV എടുക്കുക. CCTV എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും നമുക്ക് കിട്ടും. നമുക്ക് മനസ്സിലായി. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാൽ മതി. ഈ 18-ാം തീയതിയാണ് ഇവർ ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ മീറ്റ് ചെയ്യണമെന്ന് തന്നെ അതായത് സോഷ്യൽ മീഡിയയിൽ അവർ പറയണത്. പിന്നെ അതിക്ക് മുന്നേ, അതായത് ഈ 18-ാം തീയതി ആവണേക്ക് മുന്നേ 16-ാം തീയതി ഒരു രാത്രി ആവണേക്ക് മുമ്പ് ഇവർ PSG ഗാംഗിലേക്ക്, അതായത് നിഹാലിന്റെ എഡിറ്ററും കൂടി വരുന്ന ക്ലിപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഇടയം വെച്ചു. നാട്ടുകാരെ വിളിച്ചു കൂട്ടിട്ട് മോൻ എന്ത് കിട്ടും? എനിക്കൊന്നും കിട്ടില്ല, പിള്ളേച്ചന് കിട്ടും. നല്ല അസല് പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ, എല്ലാവരും ഒന്ന് അറിയട്ടെ. ഷോർട്സ് എടുക്കുക. പേരെങ്ങനെയായിരുന്നു? നിഷാനല്ലേ? തൂക്കിയല്ലോ നാദാ. കയ്യിന്ന് പോയടാ ചാർലി. എന്നിട്ട് ഇവര് പറയുന്നത് വണ്ടി തല്ലിപ്പൊളിച്ചെന്നാണ്. വണ്ടി തല്ലിപ്പൊളിച്ചത് വേറെ ആൾക്കാരാണ്. അതായത് ഈ PSG ഗാങ്ങിന്റെ ആൾക്കാർ തന്നെയാണ്. മനസ്സിലായോ? തുടക്കം മുതലേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കും. അതായത് ഇവര് പറയുന്നുണ്ട്, അതായത് നിഹാൽ എന്ന് പറയുന്ന നിഹാലിന്റെ എഡിറ്റർ നമുക്ക് തൊപ്പിയുടെ മേളിലെത്തണം, അതായത് തൊപ്പീനെ വെട്ടിച്ച് തൊപ്പിയുടെ മേളിലെത്തണം, അങ്ങനത്തെ ഒരു ഗ്യാങ് ബിൽഡ് ചെയ്യണം. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നടക്കും. PSG അടിവര. PSG പേരിനെ മാറി മറിക്കാൻ പോകട്ടോ. കാരണം നമ്മളാ സംഭവം എന്ന് പറഞ്ഞാൽ വൻ കേരള ജനത മൊത്തം ഏറ്റെടുത്ത സംഭവം സാറേ. ആ സമയത്ത് മാസിലങ്ങ് ആയിപ്പോയാണ് സാറേ. അങ്ങനെയൊക്കെ തൊപ്പിന്റെ മുന്നിൽ നമുക്ക് കയറണം. ആ ഒരു മൈൻഡ് മാത്രം കൊടുത്തോണ്ട് മാക്സിമം നോട് കഴിയണത്ര കണ്ടന്റ് നിങ്ങൾ സെറ്റാക്കി ഇടുക. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ബൈ ബൈ, സീ യു ബേബി.